ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ടൈപ്പ് റൈറ്റിംഗ് എക്സാമിൻ്റെ സീരീസ് 4 പഠിക്കാൻ പോകുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു മെയിൻ പാർട്ടായ ക്യാരേജിനെ കുറിച്ചാണ്. ഓക്കെ, ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ സീരീസ് 3 പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തൊരു ചാനലിൽ കയറി കാണുക. ഇനി നമുക്ക് ഓരോ പാർട്ടായിട്ട് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ക്യാരേജ്. എന്നാണ് ക്യാരേജ്? കണ്ടല്ലോ, ടൈപ്പ് റൈറ്ററിൻ്റെ മുകളിലായിട്ട് വരും ഇത് പാർട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ക്യാരേജ്? ക്യാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ്റെ മുകളിൽ കൂടി ചലിക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ക്യാരേജ് എന്ന്, അതായത് മൂവ് ചെയ്യുന്ന പാർട്ട്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് റൈറ്ററിൽ മൂവ് ചെയ്യുന്ന പാർട്ടിനാണ് നമ്മൾ ക്യാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് എവിടെ നിന്നാണ് പോകുന്നത്? വലത്ത് നിന്ന് ഇടത്തേക്കാണ് ചലിക്കുന്നത്. ഓക്കെ, മാറിപ്പോയത് വലത്ത് നിന്ന് ഇടത്തേക്കാണ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് ക്യാരേജ് എന്ന് വെച്ചാൽ ക്യാരേജ് യൂസ് ചെയ്യുന്നത് ഷീറ്റ് ഓഫ് പേപ്പറിനെ ക്യാരി ചെയ്യാനാണ് ക്യാരേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ചലിക്കുമ്പോൾ ക്യാരേജ് വാക്ക് ചലിക്കുന്നത് പിനിയൻ വീലിലാണ് ഇത് ക്യാരേജ് വാക്ക് ചലിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ക്യാരേജ് വീല് വലത്തുനിന്ന് ഇടത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ താഴെ പറയുന്ന 4 പ്രസ് ചെയ്ത് അമർത്തി കഴിഞ്ഞാൽ ഇത് വലത്തുനിന്ന് ഇടത്തിലോട്ട് പോകും. ഓക്കെ, ക്യാരക്ടർ കീ, സ്പേസ് ബാർ, ടാബുലർ ബാർ, പിന്നെ ക്യാരേജ് റിലീസ് ലിവർ. ഇനി ഇടത്ത് നിന്ന് വലത്തേക്ക് പോകാനായിട്ട് ബാക്ക് സ്പേസും ലൈൻ സ്പേസും ക്യാരേജ് റിട്ടേണിംഗ് ലിവറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാറിപ്പോകരുത്. ആദ്യത്തെ 4 വലത്ത് നിന്ന് ഇടത്തേക്ക്, ബാക്കിയുള്ള 2 അത് ബാക്ക് സ്പേസും ലൈൻ സ്പേസ് ആൻഡ് ക്യാരേജ് റിട്ടേൺ ലിവർ ഇടത് നിന്ന് വലത്തോട്ട് ക്യാരേജിനെ മൂവ് ചെയ്യിപ്പിക്കാനാണ്. ഓക്കെ, അത് മാറിപ്പോകരുത്. ഇനി ക്യാരേജിൻ്റെ ഡിഫറെൻറ്റ് സൈസസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഫുൾ സാപ്പ്, രണ്ടാമത്തെ ഡ്രാഫ്റ്റ് സൈസ്, മൂന്നാമത്തെ ബ്രീഫ് സൈസ്, നാലാമത്തെ പോളിസി സൈസ്, അഞ്ചാമത്തെ മാനിഫെസ്റ്റ് സൈസ്, ആറാമത്തെ എക്സ് മാനിഫെസ്റ്റ് സൈസ്. ഇത് ഓരോ സൈസുകളാണ് ക്യാരേജിന്, ഡിഫറെൻറ്റ് സൈസസാണ്. നമ്മുടെ പോർട്ടബിൾ ടൈപ്പ് റൈറ്റിംഗിൽ യൂസ് ചെയ്യുന്നത് ഫൂൾസ് സാപ്പാണ്. ഓക്കെ, ഫൂൾസ് ക്യാപ്പ് സൈസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഇഞ്ചസിൽ കൊടുത്തിരിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ ഡിഗ്രിയിലാണെങ്കിൽ ഇത് ഇഞ്ചസിൽ കൊടുത്തിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരേജ് ഡിഫറെൻറ്റ് സൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് കാണുന്നതിന് ബൈ.